പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ മിശിഹ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വരികയാണ്. ആ മാന്ത്രിക പാതുകം കേരളത്തെ സ്പർശിക്കാൻ പോകുന്നു. മെസ്സി വരില്ല, അർജന്റീന ടീം വരില്ല എന്നൊക്കെ ഒരുപാട് കഥകൾ അടിച്ചിറക്കിയ ഇവരുടെ മുന്നിൽ അത് സാധ്യമാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു വലിയ സംഘം നമ്മുടെ ഒപ്പമുണ്ട്. റിപ്പോർട്ടർ ടിവിയുടെ ചെയർമാൻ റോജി അഗസ്റ്റിൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അർജന്റീനയിൽ ഉണ്ടായിരുന്നു. അവിടെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട അവസാന ചർച്ചകളിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇപ്പം US ഉള്ളത്. നമുക്കൊപ്പം റിപ്പോർട്ടർ ടിവിയുടെ ചെയർമാൻ റോജി അഗസ്റ്റിൻ കൂടി തത്സമയം ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് റോജി അഗസ്റ്റിൻ. എനിക്കൊന്ന് US ഇപ്പോ രാത്രി ആയിരിക്കാം അല്ലേ? ഗുഡ് മോർണിംഗ് അരുൺ. ഇപ്പൊ സമയം 11 മണിയായി ഇവിടെ. സുഖമല്ലേ അവിടെ? എല്ലാവരും ഭയങ്കര ആഘോഷത്തിലാണല്ലോ. എല്ലാവരും സന്തോഷത്തിലാണ്. താങ്ക് യു. പ്രത്യേകിച്ച് കേരളത്തിന് ഒരു നന്ദി കൂടി ശ്രീ റോജി അഗസ്റ്റിൻ അറിയിക്കുകയാണ്. അവസാന നിമിഷത്തിൽ ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾക്കും വ്യക്തമായൊരു ഉത്തരം അർജന്റീന ഫെഡറേഷൻ ആദ്യം ഫുട്ബോൾ അസോസിയേഷൻ നൽകിയിരുന്നില്ല. പക്ഷെ അങ്ങ് അവിടെ പോയി അതിനുശേഷം അവരുമായി സംസാരിച്ചു. ഒടുവിൽ വളരെ കൃത്യമായി നമ്മുടെ സംശയങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല അല്ലേ ശ്രീ റോജി അഗസ്റ്റിൻ? ഇല്ല, അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവര് വാക്കുമാറ്റൊന്നും ഒന്നും ഇല്ല. അവരെല്ലാം വളരെ ക്ലിയർ ആയിരുന്നു. അവരുടെ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയിരുന്നു. ഞാൻ സംസാരിച്ചപ്പോഴും പ്രസിഡന്റും സെക്രട്ടറിയും മറ്റുള്ളവരും ടീമിന്റെ എല്ലാ ഭാഗങ്ങളും കോച്ചടക്കം എല്ലാവരും അവരറിയാത്ത പല കാര്യങ്ങളാണ് നമ്മളുടെ മീഡിയ ഫുള്ളായിട്ട് ഇവിടെ എയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ, എന്താ മകള് ചത്താലും വേണ്ട, പെങ്ങള് ചത്താലും വേണ്ട, നാത്തിന്റെ കണ്ണീര് കാണുന്നുള്ള ചിന്തഗതി ഉള്ളതുകൊണ്ട് സംഭവിച്ചു പോയതാണ്. എന്നാലും സാരമില്ല, എല്ലാം നന്നായി, ദൈവം അനുഗ്രഹിച്ചു. അവര് ഭയങ്കര ഹാപ്പിയാണ്. അവര് നവംബറിലെത്തും. നവംബറിൽ അവിടെ നന്നായി കളിക്കും. പിന്നെ നമ്മള് സെക്കൻഡ് ടീമിനെ നമ്മള് ഡേറ്റ് കൺഫേം ആകത്തോണ്ട് നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പൊ അത് ഗവൺമെന്റ് ആയിട്ട് ആലോചിച്ച് അനൗൺസ് ചെയ്യണം. എനിക്ക് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത് രണ്ടാമത്തെ ടീമിന്റെ ആലോചനയിലേക്കും അടുക്കുകയാണ്. എനിക്കൊന്നു വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ മുമ്പിൽ ഇനി ഒരു 75-80 ദിവസങ്ങളെ ആകെ മുമ്പിലുള്ളൂ. പിന്നെ അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ ഇനി സ്പീഡായിട്ട് ചെയ്യണമല്ലോ. എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ ഗവൺമെന്റിനോട്, മിനിസ്റ്റർ അബ്ദുറഹ്മാനോടാണ്. അദ്ദേഹം ഒത്തിരി സങ്കടപ്പെട്ടു. ഒന്നും അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പഴിചാരപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയാ. അതേപോലെ തന്നെ റിപ്പോർട്ടർ ടിവിനെ വല്ലാതെ കീഴ്ത്തി കാണിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര എല്ലാവർക്കും മുറിവുണ്ടായ സംഭവങ്ങളാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മൾ യഥാർത്ഥ സത്യങ്ങളും അതൊന്നും ആയിക്കോണമെന്നില്ലല്ലോ. അപ്പം ജെന്യുവിനിറ്റി ഇല്ലാത്ത ന്യൂസ് ചെയ്ത് മറ്റുള്ളവരെ മുറിവാക്കി. അതൊക്കെ പോട്ടെ, നമ്മൾ അതൊക്കെ കഴിഞ്ഞതിനെ കുറിച്ചൊന്നും തിരിച്ചു പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പം നമുക്ക് എത്രയും നന്നായിട്ട് കേരളത്തെ ഒന്നിച്ചു നിർത്തി, എല്ലാവരെയും കൂട്ടി നിർത്തി, രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ എല്ലാവരെയും കൂട്ടി നിർത്തി കേരളത്തിലെ ജനങ്ങൾക്ക് നമ്മളെ പറ്റുന്ന ഓണ സമ്മാനമായിട്ട് റിപ്പോർട്ടർ ടിവിയുടെയും കേരള ഗവൺമെന്റിന്റെയും ഇന്ത്യൻ ഗവൺമെന്റിന്റെയും അതിന്റെ ഇന്ത്യൻ മിനിസ്ട്രി അടക്കം എല്ലാവരും ഇനി ഒത്തിരി സഹായങ്ങൾ നമുക്ക് വേണം. വിസ പ്രോസസ് മറ്റുള്ള കാര്യങ്ങളും എല്ലായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളുണ്ടല്ലോ. മറ്റുള്ള കൺട്രിയിലുള്ള ആളുകളല്ലേ വരുന്നത്. അത് ഒരാളോ രണ്ടാളോ ഒന്നല്ലല്ലോ. അപ്പൊ 100 കണക്കിന് ആളുകൾ ഒന്നിച്ച് വരുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും കിട്ടണം. അപ്പൊ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഈ ടൈം പീരീഡ് ഉണ്ടല്ലോ. നമുക്ക് എപ്പോഴെങ്കിലും വന്നിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. ആ കറക്റ്റ് ടൈം പീരീഡിൽ വരണം. അതെല്ലാ കാര്യങ്ങളും നടക്കുന്നതായതുകൊണ്ട് അതിൻ്റെതായ സ്റ്റെപ്പുകൾ ബേസ് ചെയ്തിട്ട് നമുക്കെല്ലാം പോകണം. ഞാൻ അർജന്റീനയിൽ ഇപ്പൊ US മയാമിയിലുള്ള ഞാൻ എന്റെ മയാമി കളിയൊക്കെ കണ്ടിരുന്നു. മെസ്സി ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ ഒരു വളരെ അടുത്ത ഫ്രണ്ട്സ് കേരള സമാജത്തിന്റെ കൂട്ടത്തിൽ നാളെ ഞങ്ങൾക്ക് ഒരു ഓണാഘോഷമുണ്ട്. അതുകൂടാണ്ട് പിന്നെ മിയാമി മാസ്ക് അസോസിയേഷന്റെ സ്പോർട്സ് ആൻഡ് കൗൺസിലിന്റെ ഒരു പരിപാടികളുണ്ട്. അവരാണ് ഇവിടെ ഫ്ലോറിഡയിലെ ഏറ്റവും വലിയ സ്പോർട്സ് ഗ്രൂപ്പ്. അവരുടെ കൂട്ടത്തിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് മണ്ടയിലേക്ക് കൂടി അവിടെ എത്തും. ഈ വാർത്ത വന്നപ്പോൾ മുതൽ ഒരുപാട് പേര് ശ്രീ റോജി അഗസ്റ്റിനെയും ബന്ധപ്പെടുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇവിടെ കോളുകളോട് ഭയങ്കര ഒരു ഞാൻ പറഞ്ഞില്ല, സമയത്തിന്റെ ഒരു വേരിയേഷൻ ഉണ്ട്. എങ്കിലും ഞങ്ങൾക്ക് ഇവിടെ പകലായിരുന്നു. അവിടെ പിന്നെ അനൗൺസ് ചെയ്യുന്ന സമയം ഞങ്ങൾക്ക് പകലായിരുന്നു. അതുകൊണ്ട് ഫോണ് കട്ട് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതേപോലെ കോളുകളുമായിരുന്നു. എന്നാലും വളരെ ഹാപ്പി. കേരളത്തിന് വേണ്ടി ഒരിക്കൽ കൂടി താങ്ക്സ് അറിയിക്കുന്നു ശ്രീ റോജി അഗസ്റ്റിൻ. അവസാന നിമിഷം അങ്ങ് അവിടെ പോയി നടത്തിയ നീക്കങ്ങൾ അത് ആ ആശങ്കയെല്ലാം ഒഴിവാക്കി. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ നമ്മൾ മലയാളികളോട് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, നമ്മള് മലയാളികളോട് ഒരു പ്രോമിസ് ഉണ്ടല്ലോ. നമ്മളും ഗവൺമെന്റും ചെയ്ത പ്രോമിസ് അത് പൂർത്തീകരിക്കേണ്ട ബാധ്യതയും കൂടി നമുക്കുണ്ടല്ലോ. ഇല്ലെങ്കിൽ നമ്മളെ എല്ലാവരും ആ രീതി ചിത്രീകരിക്കില്ലേ. അപ്പൊ നമ്മൾ ആ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങേ അറ്റം വരെ പോകുക എന്നുള്ളതാണല്ലോ. പക്ഷെ സിമ്പിളി അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവരൊക്കെ വെറുതെ തെറ്റിദ്ധരിപ്പിച്ച് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച് എങ്ങനെയും നടത്താതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയിലേക്ക് പോയെന്നാണ് അവര് തന്നെ പറയുന്നത്. ഈ കളി എന്താ നിങ്ങൾക്ക് വേണ്ടേ, അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകൾ എന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ. അതിന് നമുക്ക് ആൻസർ ഇല്ലല്ലോ. നമ്മൾ അവരുടെ മുമ്പിൽ തല കുമ്പിട്ട് പോകുന്ന ഒരു അവസ്ഥ വരെ വന്നുപോയി.
സാരമില്ല, അതെല്ലാം വളരെ നന്നായി. എന്നാലും നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ടല്ലേ അവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ മിശിഹ കേരളത്തിലെത്തും, കളിക്കും, എല്ലാവരെയും കാണിക്കും. നമ്മൾ കാണിക്കാവുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കണം. ഇനി എല്ലാം ടൈം പീരീഡ് കുറവാണ്, അതുകൊണ്ട് ഭയങ്കര സ്പീഡായിട്ട് നമുക്ക് ചെയ്യണം. പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടീമിന്, നമ്മുടെ കൂടെ ടീംസിന് എല്ലാവരും താങ്ക്സ് എന്റെ മിനിസ്റ്ററോട്, ഗവൺമെന്റിനോട്, എല്ലാവരോടും ഒന്നിച്ചുണ്ടാവും. താങ്ക് യു ശ്രീ റോജെ കാസ്ട്രിൻ അമേരിക്കയിൽ നിന്ന്, മിയാമിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. താങ്ക് യു.